പ്രതിസന്ധി രൂക്ഷമായ സൗദിയിൽ മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാരുടെ ദുരിതം തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ നാട്ടിൽ തിരിച്ചെത്തിക്കുന്നതിനും മറ്റ് പ്രവർത്തനങ്ങൾക്കുമായി വിദേശകാര്യ സഹമന്ത്രി വി കെ സിംഗ് ഇന്ന് സൗദിയിലേക്ക് തിരിക്കുന്നുണ്ട്. ശ്രീ പി ടി കുഞ്ഞു മുഹമ്മദ്, ഇപ്പോൾ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്കാണ് നിലവിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത്. ഇത് മറ്റ് മേഖലകളിലേക്ക് കൂടി പടരും എന്ന കാര്യത്തിലുള്ള ആശങ്ക അത് നമ്മൾ ഇപ്പോഴേ കണ്ടു തുടങ്ങേണ്ടതല്ലേ? ജമാഅത്ത് പറഞ്ഞു ഇപ്പോ എവിപികളൊക്കെ ഇത് നിതാക്കത്ത് കാലത്ത് ഇവര് ഇത്തരത്തിലുള്ള ഒരു വാഗ്ദാനമായിട്ട് വന്നു. ദയവ് ചെയ്ത ആളുകൾ ഇതിൽ കുടുങ്ങരുത്. നിതാക്കത്തിൽ എത്ര ആളെയാണ് ഇവര് ജോലി കൊടുത്തത്? ഇവിടുത്തെ കുറെ മുതലാളിമാര് ഞങ്ങൾ അത്ര ആയിരം ആളുകളെ കൊണ്ടുപോകും, ഇത്ര ആയിരം ആളുകളെ കൊണ്ടുപോകും, മീഡിയയിലൂടെ വലിയ തമ്മിലുള്ള പ്രൊപ്പഗണ്ട എന്തെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ദയവ് ചെയ്ത് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രം പറയുക. പബ്ലിസിറ്റിക്ക്, മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അത്ര ആയിരം ആളുകൾക്ക് ഞങ്ങൾ ജോലി കൊടുക്കും, ഇത്ര ആയിരം ആളുകൾക്ക് ജോലി കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾക്ക് പോലും ജോലി കൊടുത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്ര ആൾക്ക് കൊടുക്കുന്നുള്ള എനിക്കറിയില്ല. എന്തായാലും വളരെ ചെറിയ ഒരു നമ്പറിന് മാത്രമേ, ആയിരക്കണക്കിന് ആളുകളാണ് എല്ലാ ചാനലും നമ്മളെ കൈരളി ചാനലിലൊക്കെ അതിന് ആളുകൾ അപേക്ഷ വാങ്ങിക്കലും മറ്റൊന്നും പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നടത്തിയതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതിൽ ആരെങ്കിലും രക്ഷപ്പെട്ടു എന്നുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകുന്നത് നിർത്തലാണ് നല്ലത്. കർമ്മരംഗത്ത് നിന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക. അല്ലാണ്ട് ഈ അഡ്വർടൈസ്മെന്റ് 50,000 ആൾക്കാർക്ക് ഞങ്ങൾ പണി കൊടുക്കും, 30,000 ആൾക്കാർക്ക് പണി കൊടുക്കും. ഇത് വേറൊരു സംഭവം എന്താ വെച്ചാൽ, ഇപ്പോ പ്രധാനമായിട്ടും നമ്മൾ ഇത് മാത്രല്ല, കൺസ്ട്രക്ഷൻ മേഖല അല്ല പ്രശ്നം. കൺസ്ട്രക്ഷൻ മേഖല അല്ലാത്ത മറ്റ് പല മേഖലകളിലും നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ പ്രശ്നം കൊണ്ടുപോകുന്നതാണ്. ഈ ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നു. അവരെ സുരക്ഷിതരാക്കുന്ന തരത്തിലുള്ള റിക്രൂട്ട്മെന്റ്. അത് നമ്മളുടെ ട്രാവൽ ഏജന്റുമാരും സൗദി അറേബ്യയിലെ അറബികളും കൂടി അട്ടിമറിക്കുന്ന ലക്ഷക്കണക്കിന് ഉറുപ്പിക അവര് കൈക്കൂലി കൊടുത്തിട്ടും ഇതാക്കിയിട്ടും ഇവിടുത്തെ പാവപ്പെട്ട ആളുകളെ ഇല്ലീഗലായിട്ട് കൊണ്ടുപോയിട്ടുള്ള നൂറുകണക്കിന് കേസുകളാണ് ഞങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുള്ള പ്രവാസി സംഘത്തിന്റെ കയ്യില്, അതുപോലെ തന്നെ പ്രവാസ ലോകത്തിന്റെ കയ്യില്. ഞങ്ങൾ അതിനെതിരെയൊക്കെ ഒരു ക്യാമ്പയിൻ, ഈ പാവപ്പെട്ട ആളുകളെ ഇത്തരത്തിലുള്ള ചതിയിൽ പെടരുത് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിൻ തന്നെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് ഹൗസ് മെയ്ഡ്സ്, അവർക്ക് ലേബർ ലോ ഇല്ല, യാതൊരു തരത്തിലുള്ള നിയമപരിരക്ഷയില്ല. അതിനാണ് ഈ ഇമിഗ്രേഷൻ എന്ന് പറയുന്ന പുതിയ സിസ്റ്റം വന്നത്. അതിനെ അട്ടിമറിക്കാനാണ് ഈ അവിടെയുള്ള അറബികൾ ആ വഴിക്ക് ആളെ കൊണ്ടുവരാൻ തയ്യാറാകുന്നില്ല. കാരണം അവർക്ക് എല്ലാ തരത്തിലുള്ള സുരക്ഷിതത്വവും ശമ്പളവും കൊടുക്കേണ്ടി വരും കൃത്യമായിട്ട്. അതിന് അറബികൾ തയ്യാറില്ലാത്തതുകൊണ്ട് ഈ ട്രാവൽ ഏജൻസികൾക്ക് കൈക്കൂലി കൊടുത്തുകൊണ്ട് ആളുകളെ കള്ളക്കടത്ത് കടത്തി കൊണ്ടുപോകുന്ന ഒരു ഇതുണ്ട്. നിരവധി ആളുകളുടെ കൈരളി ടിവിയുടെ പ്രവാസ ലോകത്തിന് നൂറുകണക്കിന് ഇത്തരത്തിലുള്ള പരാതികൾ വന്നു കിടക്കുന്നത് എനിക്കറിയാം. ഞങ്ങൾ അതുകൊണ്ട് ഒരു കാര്യം തീരുമാനിച്ചുള്ള ഗ്രാമങ്ങളിലൊക്കെ തന്നെ ഇതിന് ഈ തെറ്റായ രീതിയിൽ അവരെ കൊണ്ടുപോകുന്നതില് ജാഗരൂകരാകണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു വാൾ പോസ്റ്റും മറ്റൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രചരണം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് ആളുകളുണ്ട്. ചിലപ്പോ അത് ഒരു എന്താണ് മീഡിയയുടെ അടുത്തേക്ക് ഞങ്ങൾ അടുത്ത് തന്നെ കൊണ്ടുവരുന്നതാണ്, യാതൊരു സംശയമില്ല. അപ്പൊ അതുണ്ട്. രണ്ടാമത് നിതാക്കത്ത് വെറുതെ നിങ്ങൾ അത് കഴിഞ്ഞുപോയി എന്നൊക്കെ ഉമ്മൻചാണ്ടി സർക്കാർ പറയുന്ന പോലെ ഒന്നല്ല. നിതാക്കത്ത് ഇപ്പോഴും നിലവിലുണ്ട്. അവിടെ ഇപ്പൊ നടക്കുന്ന എന്താന്ന് വെച്ചാല് ഈ മൊബൈൽ ഷോപ്പുകളില്, വക്കാലകളില് ഒക്കെ തന്നെ സൗദികളായിട്ടുള്ള ആളുകളെ വെക്കണമെന്നാണ്. പാവപ്പെട്ട ഈ മലയാളികള് അധ്വാനിച്ച് അവരുടെ കണ്ണുനീരും വിയർപ്പും കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ, ഒരാളോ രണ്ടാളോ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ, അത് പൂർണ്ണമായും അറബികളുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അറബികളുടെ നേതൃത്വത്തിൽ, അറബികളുടെ പേരിലാണ് വിസയും മറ്റുള്ളതെല്ലാം ഉള്ളത്. സ്പോൺസർഷിപ്പ് അറബികളാണ്. അതായത് അവരുടേതാണ് സ്ഥാപനം. ഈ പാവത്തിൻ്റെതാണ് മുഴുവൻ 100% ക്യാപിറ്റൽ എങ്കിലും ലൈസൻസും അതുപോലെ എല്ലാ അവകാശങ്ങളും അറബിയുടെ കീഴിലാണ്. അറബി പറയണ എന്റേതാണ് സ്ഥാപനം, അങ്ങനെ പറഞ്ഞ നിരവധി സംഭവങ്ങളുണ്ട്. എന്റേതാണ് സ്ഥാപനം എന്ന് പറഞ്ഞിട്ട് കയ്യോടെ ഇറങ്ങിപ്പോകുന്ന എത്രയോ മലയാളികളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് സുരക്ഷിതത്വം കൂടി നമ്മൾ മുന്നിൽ കാണേണ്ടി വരും. കോടിക്കണക്കിന് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഗൾഫ് മേഖലകളിൽ ഇത്തരത്തിലുള്ള പാവപ്പെട്ട ആളുകൾ ചെയ്തിട്ടുള്ളത്. അവർക്കൊക്കെ ഒന്ന് തിരിച്ചു കിട്ടാൻ അത്ര സാധ്യത പലരും കൂട്ടിപ്പോരുന്നുണ്ടെന്നാണ് ഞാൻ കച്ചവടമൊക്കെ മോശം.
ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ ഒരു ലോങ് ടേമിലേക്കുള്ള ഒരു പ്ലാൻ ആയിരിക്കണം. കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് കാര്യത്തിന്റെ പരിമിതികളും അതുപോലെ പ്രശ്നങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഒരു വിദേശ രാജ്യത്തുള്ള മനുഷ്യരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളെ നാട്ടിലല്ല അവരുള്ളത് എന്നുള്ളതുകൊണ്ട് അവിടുത്തെ നിയമങ്ങളുണ്ട്, അവിടെ നിലനിൽക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതിന്റെ ഇടയിലൊക്കെ നിന്നുകൊണ്ട് വളരെ സൂക്ഷ്മപരമായിട്ടുള്ള ഒരു നയതന്ത്രപരമായിട്ടുള്ള ഇടപെടലാണ് ആവശ്യം. അതിന് ഉതകുന്ന ഒരു വിദേശകാര്യ വകുപ്പ് ഉണ്ടാവണം. നമ്മളെ MP-മാര് കൂടുതൽ ശക്തരായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് നമ്മളെ വിദേശകാര്യ വകുപ്പിനെ ബോധ്യപ്പെടുത്തണം, പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തണം. ഇത് കേരളത്തിൽ വലിയ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. 50 ലക്ഷത്തോളം വരുന്ന NRIs കേരളത്തിൽ നിന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഒരു വലിയ സംഖ്യയാണ്. $71 ബില്യൺ ഇന്ത്യയിലേക്ക് ഒരു വർഷം വരുന്നത്. $67 ബില്യൺ ചൈനയിലേക്ക് വരുന്നു. ഈ $71 ബില്യൺ 40% കേരളത്തിലേക്കാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ കേരളം എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന എല്ലാ തരത്തിലുള്ള മാറ്റങ്ങൾക്കും പ്രധാന കാരണമാകുന്നത് ഈ ഇക്കണോമിയാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് പൈസ വരുന്നത് കുറയാത്തതെന്ന് വെച്ചാൽ പലരും നാട്ടിലേക്ക് അവരുടെ കിട്ടുന്ന അവകാശങ്ങളും തിരിച്ചു വരുന്നവരും അയച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അവിടെ ജോലി പോയ ആയിരക്കണക്കിന് ആളുകളുണ്ട്, ബിസിനസ് വളരെ മോശമായി. ഒരു വലിയ പ്രതിസന്ധി അവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേവലാതി ഉണ്ടാകേണ്ടത് കേരളത്തിനാണ്. കാരണം കേരളത്തിന്റെ ഈ മാറ്റം ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം എന്ന നിലയിൽ പല രംഗത്തും ഒന്നാമതായി മാറിയ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രധാന ആശയം അല്ലെങ്കിൽ റിസോഴ്സ് ഇത്തരത്തിലുള്ള വിദേശത്തു നിന്ന് വരുന്ന NRI ഫണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. തീർച്ചയായും ശ്രീ PT കുഞ്ഞു മുഹമ്മദ്, താങ്കൾ തുടരുക. ഇപ്പോൾ സൗദിയിലെ ലേബർ ക്യാമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അവിടെ തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ ദൃശ്യങ്ങൾ പീപ്പിൾ എക്സ്ക്ലൂസീവ്. ആയിരക്കണക്കിന് തൊഴിലാളികളാണ് സൗദിയിൽ ഭക്ഷണം പോലും കിട്ടാതെ കുടുങ്ങിക്കിടക്കുന്നത്. തൊഴിൽ നഷ്ടപ്പെട്ട് ദിവസങ്ങളായി താമസ സൗകര്യം പോലും കൃത്യമായി ലഭ്യമല്ലാത്ത തൊഴിലാളികൾ ഏറെ ദുരിതത്തിലാണ്. ഇവരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള ശ്രമം ഊർജിതമായി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് വിദേശകാര്യ സഹമന്ത്രി VK സിംഗ് റിയാദിലേക്ക് പുറപ്പെടും. ഭക്ഷണം വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങളാണ്, തൊഴിലാളികൾ ഭക്ഷണത്തിനായി ക്യൂ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സൗദിയിലെ ലേബർ ക്യാമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇത്. വലിയ ബുദ്ധിമുട്ടിലാണ്, ദുരിതത്തിൽ തന്നെയാണ് തൊഴിലാളികൾ എന്ന് മനസ്സിലാക്കി തരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇന്ത്യ ഗവൺമെൻറ് ഉൾപ്പെടെ ഉള്ള കേന്ദ്രങ്ങളിൽ നിന്നും വിതരണം ചെയ്ത ഭക്ഷണങ്ങൾ ലേബർ ക്യാമ്പുകളിലേക്ക് എത്തിച്ചിരുന്നു. ഈ ഭക്ഷണമാണ് ഇപ്പോൾ പല തൊഴിലാളികൾക്കും ആശ്രയം. തൊഴിൽ നഷ്ടപ്പെട്ട് ഏറെ ദിവസങ്ങളായി താമസ സൗകര്യം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് പല തൊഴിലാളികളും. 3500ഓളം ഇന്ത്യക്കാരാണ് വിവിധ ഇടങ്ങളിലായി തൊഴിൽ നഷ്ടപ്പെട്ട് താമസ സൗകര്യം പോലും ഇല്ലാതെ ഇത്തരം ലേബർ ക്യാമ്പുകളിൽ ദുരിതം അനുഭവിച്ച് കഴിയുന്നത്. ഇത് ദിവസങ്ങളായി ഇത്തരം ദുരിതം അനുഭവിക്കുന്നുണ്ട് എങ്കിലും ഒരു തൊഴിലാളി ട്വിറ്ററിലൂടെ അയച്ച സന്ദേശം വഴിയാണ് കേന്ദ്ര സർക്കാർ പോലും തൊഴിലാളികളുടെ ഈ ദുരിതം അറിയുന്നത്. ഭക്ഷണ പൊതി വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ലേബർ ക്യാമ്പുകളിൽ ദുരിതം അനുഭവിക്കുന്ന തൊഴിലാളികൾ ക്യൂ നിന്ന് ഭക്ഷണം വാങ്ങിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ഇത്രയേറെ ഭീതിതമാണ് അവിടെ ദുരിതമനുഭവിക്കുന്ന തൊഴിലാളികളുടെ അവസ്ഥ. സൗദിയിൽ നിരവധി കമ്പനികളാണ്, 4 ലക്ഷത്തോളം ചെറുകിട സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് എന്നാണ് അവിടെ നിന്നും വരുന്ന വിവരങ്ങൾ. നിർമ്മാണ മേഖലയിലെ ഒട്ടുമിക്ക വലിയ സ്ഥാപനങ്ങളും പ്രതിസന്ധിയിലാണ് എന്നും അവിടെ നിന്നും വിവരങ്ങൾ ലഭ്യമാകുന്നു. പല പ്രമുഖ കമ്പനികളും അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് എന്ന വാർത്തയാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതേ തുടർന്ന് നിരവധി ആളുകൾക്കാണ്, ഇന്ത്യക്കാരടക്കമുള്ള നിരവധി ആളുകൾക്കാണ് തൊഴിൽ നഷ്ടപ്പെട്ടത്.
3500ഓളം വരുന്ന ഇന്ത്യൻ തൊഴിലാളികൾ തൊഴിൽ നഷ്ടപ്പെട്ട ദിവസങ്ങളായി ഇത്തരം ലേബർ ക്യാമ്പുകളിൽ പട്ടിണിയും പരിവട്ടവും സഹിച്ച് കഴിയുന്നു. അതിൻ്റെ അത്തരം ദൃശ്യങ്ങളിലൊന്നാണ് ഈ കാണുന്നത്. തൊഴിലാളികൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങൾ, വരിവരിയായി ക്യൂ നിന്ന് ഭക്ഷണം വാങ്ങിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സൗദിയിലെ പലയിടങ്ങളിലായി മിക്ക നിർമ്മാണ മേഖലയിലെ കമ്പനികളും പ്രതിസന്ധി അനുഭവിക്കുന്നു. അവയിൽ പലതും അടച്ചുപൂട്ടൽ ഭീഷണിയിലുമാണ്. ചിലത് പൂട്ടിക്കഴിഞ്ഞു എന്നാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത്. ഒട്ടേറെ പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയുണ്ടായി. അതിൽ കേരളത്തിലെയും ഇന്ത്യയിൽ നിന്നുള്ള മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ. ഇപ്പോൾ ലേബർ ക്യാമ്പിൽ നിന്നുള്ള ആളുകളുടെ പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് ലേബർ ക്യാമ്പിലെ ദുരിതത്തിൻ്റെ നേർക്കാഴ്ചയാണ് പീപ്പിൾ ഇപ്പോൾ പ്രേക്ഷകർക്കായി ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഭക്ഷണം വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങൾ, വരിവരിയായി നിന്ന് ലേബർ ക്യാമ്പിൽ ദുരിതമനുഭവിക്കുന്ന ഈ തൊഴിലാളികൾ ഭക്ഷണം ക്യൂ ആയി നിന്ന് വാങ്ങിക്കുന്ന ദൃശ്യങ്ങളാണ്. മലയാളികൾ ഉൾപ്പെടെ 3000 തൊഴിലാളികളുടെ പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് ഇന്ത്യ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് 10,000-ൽ കൂടുതൽ തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നു. ഞങ്ങൾ കഴിഞ്ഞ 7 മാസമായിട്ട് ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ അക്കാമ 1000-ൽ കൂടുതൽ ആൾക്കാരുടെ അക്കാമകൾ ഇങ്ങനെ 6 മാസമോ 8 മാസമോ 9 മാസമായിട്ട് എക്സ്പയർ ആയിട്ട് ജോലിക്ക് പോകാൻ കഴിയാതെ ക്യാമ്പിന് പുറത്തിറങ്ങാൻ വയ്യ. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പോലീസ് പിടിക്കും. ആ അവസ്ഥയിൽ ഞങ്ങൾ ജോലിക്ക് പോകാൻ കഴിയാതെ ആയിരക്കണക്കിന് ആളുകൾ ഈ ക്യാമ്പിനകത്ത് തന്നെ കഴിയുന്നുണ്ട്. മോളെടുക്കുന്നില്ല. ഓഫീസെല്ലാം അടച്ചു, ഓഫീസെല്ലാം ക്ലോസ് ചെയ്തു. ഒരു മുതിർമാരും ഇവിടെ ഇല്ല. ആരെ വിളിച്ചു കഴിഞ്ഞാൽ പോലീസ് വകുപ്പാണെങ്കിലും ഇടപെടുന്നില്ല. ഞങ്ങൾ ആകെപ്പാടെ പട്ടിണിയാണ്. ഈ ക്യാമ്പിനകത്ത് ടോട്ടൽ 3000 പേരുണ്ട്. അതിനകത്ത് 700 പേരോളം മലയാളികളാണ്. ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഫിലിപ്പീൻസിലാണ്. അവരുടെ ഗവൺമെൻറ് വന്ന് ഇടപെട്ടു. അവർക്കെല്ലാവർക്കും 1500 റിയാലും അവരുടെ വീട്ടിലേക്ക് ഒരു 600 റിയാലും വെച്ച് അയച്ചു കൊടുത്തു. ഞങ്ങൾക്കാണെങ്കിൽ ടെലിഫോൺ ചെയ്യാൻ പോലും പൈസ ഇല്ലാത്ത ഈ സിറ്റുവേഷനാണ്. ഇന്ത്യ ഗവൺമെൻറ് എങ്ങനെയെങ്കിലും വന്ന് ഞങ്ങളെ ഇവിടെ സഹായിച്ച് ഞങ്ങളെ കൊണ്ടുപോവുകയും ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരികയും ഇന്ത്യയിൽ. هذا معلوم محمد بن سلمان ملك سلمان. ايوه شوف ملك سلمان كلام الحين اكل ما في سهري ما في اقامه ما في اشرا ما في شهري 10 الحين كل نفر ميديكال ما في. كل نفر هنا اكل 4 يوم ما في اكل ما في مويه ما في كثير مشكله طبعا كله شرطه يشتكي. ايوه اشرا انا روح شرطه هنا يجي 11 o'clock كلام 4 شهر انا يجي. الحين شوف كم شهر ما يجي شرطه. فين روح هذا كله مسكين نفر فين روح. ماما موت بابا موت ما في روح انا باكستان اقامه ما في انا 10 وادي ما في. കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. 13-14 വർഷത്തോളം ജോലി ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ശമ്പളമില്ല. 7 മാസത്തോളം ശമ്പളം ഇല്ലാതെ 1 മാസമായി ഞങ്ങൾക്ക് ഫുഡ് ഒന്നും തരുന്നില്ല. കുടിക്കാൻ വെള്ളമില്ല. എല്ലാ മലയാളികളും ഒരുപാട് ഇന്ത്യക്കാർ 10,000-ഓളം ആൾക്കാർ ഇവിടെ പ്രയാസത്തിലാണുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഈ ഗവൺമെൻറ് ഇടപെട്ട് എംബസി മുഖേന ഇടപെട്ട് ഞങ്ങളെ എല്ലാ ആനുകൂല്യങ്ങളും തന്ന് ഞങ്ങളെ നാട്ടിലേക്ക് എത്രയും പെട്ടെന്ന് അയക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും കേരള മുഖ്യമന്ത്രി ഞങ്ങൾ ഈ പ്രവാസി കാര്യത്തിൽ ഇടപെടണം. പ്രവാസികാര്യ മന്ത്രി ഇടപെട്ട് ഞങ്ങളെ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ആനുകൂല്യങ്ങൾ തന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് അയക്കണം. തൊഴിൽ നഷ്ടപ്പെട്ട് സൗദിയിലെ ലേബർ ക്യാമ്പുകളിൽ ദുരിതമനുഭവിക്കുന്ന തൊഴിലാളികളുടെ ദൃശ്യങ്ങളും അവരുടെ പ്രതികരണങ്ങളുമാണ് പ്രേക്ഷകർ കണ്ടത്. ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ് സൗദിയിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ EM അഷ്റഫ് ഗൾഫിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. അഷ്റഫ്, പറഞ്ഞു കേട്ടതിലും ഭീതിതമാണോ സൗദിയിലെ ഈ ഇത്തരം ലേബർ ക്യാമ്പുകളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ, അവരുടെ പ്രതികരണങ്ങൾ? യഥാർത്ഥത്തിൽ ഇത് സൗദി അറേബ്യയിലെ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം ഗവൺമെന്റ് VK സിംഗ് മന്ത്രി EM അഷ്റഫാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ടെലിഫോൺ ബന്ധത്തിൽ ചില സാങ്കേതിക തകരാറുകളുണ്ടായി. ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് സൗദിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭക്ഷണവും വെള്ളവും പോലും ഇല്ലാതെ ദിവസങ്ങളായി കഴിയുന്ന തൊഴിലാളികളുണ്ട്. ഏറെ ദുരിതം അനുഭവിക്കുന്ന 7 മാസത്തോളമായി ശമ്പളം കിട്ടാത്തവരാണ് മിക്ക തൊഴിലാളികളും. ഇതിൽ 300ഓളം മലയാളികളുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. 3500-ലധികം പേർ ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികളാണ്. വിവിധ കമ്പനികളിൽ തൊഴിലെടുക്കുന്ന ഇവർക്ക് പലർക്കും തൊഴിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. 7 മാസമായി ശമ്പളം കിട്ടാത്ത അവസ്ഥ അവർ തന്നെ പ്രേക്ഷകരോട് വിവരിക്കുകയുണ്ടായി. EM അഷ്റഫ് ഒരിക്കൽ കൂടി ചേരുന്നു. അഷ്റഫ്, പറയൂ.
അപ്പൊ ഇത് സൗദി അറേബ്യയിലെ ഒരു കമ്പനിയിൽ ഉണ്ടായ ഈ പ്രശ്നം യഥാർത്ഥത്തിൽ ഇത് വലിയൊരു പ്രശ്നമായി മാറുകയും ഇന്ത്യ പാർലമെന്റ് അടക്കം ചർച്ച ചെയ്യപ്പെടുന്ന ശേഷം കേന്ദ്രമന്ത്രി VK സിംഗ് ഇവിടെ ഇന്ന് എത്തുകയാണ്. ഇന്ന് എത്തിയതോടുകൂടി അദ്ദേഹം ആദ്യം റിയാദിലാണ് എത്തുക. അതിനുശേഷമാണ് ജിദ്ദയിൽ ഇത്തരം ക്യാമ്പുകൾ സന്ദർശിക്കുമെന്നാണ് ഇവിടെയുള്ള തൊഴിലാളികൾ വിശ്വസിക്കുന്നത്. മാത്രമല്ല ഈ പ്രശ്നം രമ്യമായ രീതിയിൽ പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയുമുണ്ട്. സൗദി ഗവൺമെന്റ് ഇതിനാവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യുന്നുണ്ട്. ഇത് ഒരു പ്രത്യേക കമ്പനിയോട് ഉണ്ടായ ഒരു വലിയ രൂക്ഷമായ പ്രശ്നമാണ്. തൊഴിൽപരമായ പ്രശ്നങ്ങളുണ്ടായി. തുടർന്ന് തന്നെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാതെ വന്നു. ലേബർ ക്യാമ്പിലെ ദുരിതാവസ്ഥ നിങ്ങൾ നേരിട്ട് കാണുന്ന അവസ്ഥ തന്നെയാണുള്ളത്. അങ്ങനെ ഒരു വല്ലാത്തൊരു ദുരിതാവസ്ഥയിലാണ് തൊഴിലാളികൾ. പക്ഷേ ഈ കാര്യത്തിൽ ഇന്ത്യ ഗവൺമെന്റും സൗദി ഗവൺമെന്റും ഒത്തൊരുമിച്ചുകൊണ്ട് തന്നെ ലഭ്യമായ പരിഹാരം കാണാനുള്ള എല്ലാ ശ്രമങ്ങളും തുടരുകയാണ്. ഇത് മറ്റ് ലേബർ ക്യാമ്പുകൾ ഒന്നും തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഒരു സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി ഉള്ള ഒരു നിർദ്ദേശങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ലേബർ ക്യാമ്പുകളിലെ പട്ടിണി മാത്രമല്ല, ഇപ്പോൾ ഭക്ഷണം കൊടുക്കുന്നത് തന്നെ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഇത്തരം രീതിയിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പലർക്കും പല ദിവസങ്ങളായിട്ട് പട്ടിണിയിലാണ്. മാത്രമല്ല അവിടെയുള്ള ശോച്യാവസ്ഥ, അതായത് വെള്ളമൊക്കെ ഈ സെപ്റ്റിക് ടാങ്ക് വെള്ളമൊക്കെ വന്ന് അങ്ങനെയുള്ള അവസ്ഥയിൽ കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ശോച്യാവസ്ഥയിൽ കഴിയുന്ന തൊഴിലാളികൾക്ക് വേണ്ട വിധത്തിലുള്ള ആരോഗ്യ പരിരക്ഷയും മാത്രമല്ല അവർ ആവശ്യപ്പെടുന്നത് എങ്ങനെയെങ്കിലും തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. തങ്ങൾക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ കിട്ടിയതിനു ശേഷം നാട്ടിലേക്ക് എത്തിക്കണം എന്നൊരു ആവശ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇന്നത്തെ കേന്ദ്ര മന്ത്രി VK സിംഗിന്റെ സന്ദർശനത്തോടു കൂടി എല്ലാറ്റിനും ഒരു പരിഹാരം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഷ്റഫ്, ചില കമ്പനികളൊക്കെ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്, ചിലത് പൂട്ടിക്കഴിഞ്ഞു എന്നാണ് ചില വിവരങ്ങൾ ലഭ്യമാവുന്നത്. ഈ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണോ ഇവർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്? അതിനുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടോ? ഇത് രണ്ട് ഗവൺമെന്റുകൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ സാധിക്കും. ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു നേരത്തെ ഇത്തരം കാര്യങ്ങൾ ഇടപെടാത്തതിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ഉണ്ടായത്. ആദ്യമൊക്കെ ഉണ്ടാവുമ്പോൾ എംബസിയും കോൺസുലേറ്റും വേണ്ട വിധത്തിൽ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ, അതായത് 7 മാസം വരെ തുടരേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ എംബസിയുടെ കോൺസുലേറ്റ് ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് യഥാവിധത്തിൽ ചെയ്തിരുന്നുവെങ്കിൽ കുറെ കൂടി പ്രശ്നങ്ങൾ നേരത്തെ പരിഹരിക്കാൻ കഴിയുമായിരുന്നു. ഇത്രയും രൂക്ഷമായ അവസ്ഥയിലേക്ക് എത്തില്ലായിരുന്നു. എങ്കിലും ഇപ്പോഴത്തെ കേന്ദ്രത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെയും നീക്കം നോർക്കയൊക്കെ വളരെ നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ നീക്കം വിജയിക്കുമെന്നാണ് തൊഴിലാളികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. അതെ, ഈ പ്രതിസന്ധിയിലായ ഈ ലേബർ ക്യാമ്പിൽ നമ്മൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്നും ഈ കാണുന്ന തൊഴിലാളികളെല്ലാം നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്തിരുന്ന ആളുകളാണോ? മറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും ഇത്തരം തൊഴിൽ നഷ്ടപ്പെട്ട് ലേബർ ക്യാമ്പുകളിൽ കഴിയേണ്ടി വരുന്നുണ്ടോ? ഒരു ലേബർ ക്യാമ്പ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ മാത്രം ക്യാമ്പാണ്. അതുകൊണ്ട് അവിടെയുള്ള കൺസ്ട്രക്ഷൻ മേഖല, വിവിധ മേഖലകളിലെ പ്ലംബർ തൊട്ടുള്ള കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ ലേബർ ക്യാമ്പിൽ ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റ് മേഖല, ഇപ്പോൾ മൊബൈൽ ഷോപ്പ് മേഖലയിൽ ലേബർ ക്യാമ്പുകളിൽ ആളുകൾ കുറവാണ്. പക്ഷെ കൺസ്ട്രക്ഷൻ മേഖലയിലാണ് ലേബർ ക്യാമ്പുകൾ കൂടുതൽ ആളുകൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ഏറ്റവും താഴെയുള്ള തൊഴിലാളി വർഗത്തിൻ്റെതാണ് ഈ ലേബർ ക്യാമ്പിൽ ആളുകളുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്ന ശമ്പളം വളരെ തുച്ഛമായ ശമ്പളമാണ്. അത് ഈ ലേബർ ക്യാമ്പിലേക്ക് എത്തിക്കുന്ന മാൻപവർ കമ്പനി ഇടനിലക്കാരാണ് ഈ കമ്പനികളിൽ നിന്ന് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നത്. ആ ഇടനിലക്കാരാണ് വലിയൊരു പ്രശ്നം. കാരണം ഇടനിലക്കാർ വലിയ തുക കമ്പനിയിൽ നിന്ന് വാങ്ങുകയും തൊഴിലാളികൾക്ക് തീരെ കൊടുക്കാതിരിക്കുകയും ചെയ്തു. ആ പ്രശ്നം നേരത്തെ പരിഹരിക്കപ്പെടണമായിരുന്നു. ഇപ്പോഴും തുടരുകയാണ്. കാരണം മനുഷ്യ വിഭാഗങ്ങളെ ഇന്ത്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ കയറ്റി അയച്ച് ഇവിടെ വന്ന് ഇവിടെ കമ്പനികളിൽ നിന്ന് വലിയ ആനുകൂല്യ ശമ്പളം വാങ്ങിക്കും. അതായത് ഒരു തൊഴിലാളിക്ക് 2000 റിയാലൊക്കെ പറയും. പക്ഷെ തൊഴിലാളികൾ കൊടുക്കുന്നത് വളരെ തുച്ഛമായിരിക്കും. അപ്പൊ ഇടനിലക്കാരായ ഇന്ത്യൻ കമ്പനികളുണ്ട്. അവരാണ് ഈ ദുരിതങ്ങൾക്കെല്ലാം പ്രധാന ഉത്തരവാദി എന്നുള്ളത് കാണേണ്ടതുണ്ട്. ശരി, EM അഷ്റഫാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സൗദിയിൽ തൊഴിലാളികൾ ലേബർ ക്യാമ്പുകളിൽ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ നേർദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം പോലും കൃത്യമായി ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് തൊഴിലാളികൾ ഇപ്പോൾ കഴിയുന്നത്. ലേബർ ക്യാമ്പുകളിൽ വലിയ ദുരിതം തന്നെയാണ് 3500ഓളം തൊഴിലാളികൾ, ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള 3500ഓളം തൊഴിലാളികൾ അനുഭവിക്കുന്നത്. അതിൽ തന്നെ 300ഓളം പേർ മലയാളികളാണ് എന്നതാണ് മറ്റൊരു വിവരം. പ്രതിസന്ധി രൂക്ഷമായ സൗദിയിൽ മലയാളികളടക്കമുള്ളവർ വലിയ ദുരിതത്തിലാണ്. ലേബർ ക്യാമ്പുകളിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അനുഭവിക്കുന്ന ദുരിതത്തിൻ്റെ ദൃശ്യങ്ങളാണ് പീപ്പിൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഭക്ഷണം പോലും കൃത്യമായി ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഭക്ഷണം ക്യൂ ആയി നിന്ന് വാങ്ങിക്കുന്ന ഒരു സാഹചര്യമാണ് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. ഇന്ത്യ സർക്കാർ ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ വിതരണം ചെയ്ത ഭക്ഷണമാണ് തൊഴിലാളികൾക്ക് ഇപ്പോൾ ആശ്രയം. പലർക്കും മാസങ്ങളായി ശമ്പളം പോലും ലഭിച്ചിട്ടില്ല, ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന പരാതിയുമുണ്ട്.
3500ഓളം ഇന്ത്യൻ തൊഴിലാളികളാണ് ഇത്തരത്തിൽ ലേബർ ക്യാമ്പുകളിൽ ദുരിതത്തിൽ കഴിയുന്നത്. ഒപ്പം തന്നെ ഇതിൽ 300-ൽ അധികം പേർ മലയാളികളാണ് എന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. ഇവരെ തിരിച്ച് നാട്ടിലെത്തിക്കാനുള്ള എല്ലാവിധ നടപടിക്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഊർജിത ശ്രമം കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് VK സിംഗ് റിയാദിലേക്ക് പുറപ്പെടുന്നുണ്ട്. ഇനി ലേബർ ക്യാമ്പുകളിൽ ദുരിതം അനുഭവിക്കുന്ന തൊഴിലാളികൾ നേരിട്ട് അവരുടെ പ്രതികരണങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ആ പ്രതികരണങ്ങൾ കേൾക്കാം. ഇന്ത്യ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് 10,000-ൽ കൂടുതൽ തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നു. ഞങ്ങൾ കഴിഞ്ഞ 7 മാസമായിട്ട് ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ അക്കാമ 1000-ൽ കൂടുതൽ ആൾക്കാരുടെ അക്കാമകൾ ഇങ്ങനെ 6 മാസമോ 8 മാസമോ 9 മാസമായിട്ട് എക്സ്പയർ ആയിട്ട് ജോലിക്ക് പോകാൻ കഴിയാതെ പുറത്തോട്ട് ക്യാമ്പിന് പുറത്തിറങ്ങാൻ വയ്യ. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പോലീസ് പിടിക്കും. ആ അവസ്ഥയിൽ ഞങ്ങൾ ജോലിക്ക് പോകാൻ കഴിയാതെ ആയിരക്കണക്കിന് ആളുകൾ ഈ ക്യാമ്പിനകത്ത് തന്നെ കഴിയുന്നുണ്ട്. മോളെടുക്കുന്നില്ല, ഓഫീസെല്ലാം അടച്ചു, ഓഫീസെല്ലാം ക്ലോസ് ചെയ്തു. ഒരു മുതിർമാരും ഇവിടെ ഇല്ല. ആരെ വിളിച്ചു കഴിഞ്ഞാൽ പോലീസ് വകുപ്പ് ആണെങ്കിലും ഇടപെടുന്നില്ല. ഞങ്ങൾ ആകെപ്പാടെ പട്ടിണിയാണ്. ഈ ക്യാമ്പിനകത്ത് ടോട്ടൽ 3000 പേരുണ്ട്. അതിനകത്ത് 700 പേരോളം മലയാളികളാണ്. ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഫിലിപ്പീൻസിലാണ്. അവരുടെ ഗവൺമെൻറ് വന്ന് ഇടപെട്ടു. അവർക്കെല്ലാവർക്കും 1500 റിയാലും അവരുടെ വീട്ടിലേക്ക് ഒരു 600 റിയാലും വെച്ച് അയച്ചു കൊടുത്തു. ഞങ്ങൾക്കാണെങ്കിൽ ടെലിഫോൺ ചെയ്യാൻ പോലും പൈസ ഇല്ലാത്ത ഈ സിറ്റുവേഷനാണ്. ഇന്ത്യ ഗവൺമെൻറ് എങ്ങനെയെങ്കിലും വന്ന് ഞങ്ങളെ ഇവിടെ സഹായിച്ച് ഞങ്ങളെ കൊണ്ടുപോവുകയും ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരികയും ഇന്ത്യയിൽ هذا معلوم محمد بن سلمان ملك سلمان. ايوه شوف ملك سلمان كلام الحين اكل ما في سري ما في اقامه ما في اشرا ما في شهر 10 الحين كل نفر ميديكال ما في. كل نفر هنا اكل 4 يوم ما في اكل ما في مويه ما في كثير مشكله طبعا كله شرطه يشتكي. ايوه اشرا انا اروح شرطه هنا يجي الامن وكلام كلام 4 شهر انا يجي. الحين شوف كم شهر ما يجي شرطه. وين روح هذا كله مسكين نفر وين روح. ماما موت بابا موت ما في روح. انا باكستان اقامه ما في. انا 10 കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. 13-14 വർഷത്തോളം ജോലി ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ശമ്പളമില്ല. 7 മാസത്തോളം ശമ്പളം ഇല്ലാതെ 1 മാസമായി ഞങ്ങൾക്ക് ഫുഡ് ഒന്നും തരുന്നില്ല. കുടിക്കാൻ വെള്ളമില്ല. എല്ലാ മലയാളികളും ഒരുപാട് ഇന്ത്യക്കാർ 10,000-ഓളം ആൾക്കാർ ഇവിടെ പ്രയാസത്തിലാണുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഈ ഗവൺമെൻറ് ഇടപെട്ട് എംബസി മുഖേന ഇടപെട്ട് ഞങ്ങളെ എല്ലാ ആനുകൂല്യങ്ങളും തന്ന് ഞങ്ങളെ നാട്ടിലേക്ക് എത്രയും പെട്ടെന്ന് അയക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും കേരള മുഖ്യമന്ത്രി ഞങ്ങൾ ഈ പ്രവാസി കാര്യത്തിൽ ഇടപെടണം. പ്രവാസികാര്യ മന്ത്രി ഇടപെട്ട് ഞങ്ങളെ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ആനുകൂല്യങ്ങൾ തന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് അയക്കണം. ഇപ്പോൾ EM അഷ്റഫ് വിവരങ്ങളുമായി ചേരുന്നു. അഷ്റഫ്, ദുരിതമനുഭവിക്കുന്ന ഈ തൊഴിലാളികളുടെ, ഈ ലേബർ ക്യാമ്പിൽ ദുരിതമനുഭവിക്കുന്ന ഈ തൊഴിലാളികളുടെ കമ്പനി എങ്ങനെയാണ് പ്രതിസന്ധിയിലായത്? അതിൻ്റെ ഒരു തുടക്കം എന്താണ്? കമ്പനി പ്രതിസന്ധിയിലായത് പ്രധാനമായിട്ടും ഇപ്പോൾ ഉണ്ടാകുന്ന ചില സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ അതേസമയം മറ്റൊരു കാര്യം, ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തൊഴിലാളികളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ആ ഏജൻസികൾ ഒരു വലിയ റോളുണ്ട്. അതായത് ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും തൊഴിലാളികളെ കമ്പനികൾ നേരിട്ടല്ല റിക്രൂട്ട് ചെയ്യുന്നത്. ചില മാൻ പവർ കമ്പനികളെ ഏൽപ്പിച്ചുകൊണ്ട്, ഇടനിലക്കാരെ അവരെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഇവിടെ റിക്രൂട്ട് ചെയ്തത്. ആ കമ്പനികൾ ചെയ്യുന്നതാണ് പല ഗൾഫ് രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ആ കമ്പനികൾ ആ റിക്രൂട്ടിംഗ് ഏജൻസികൾ ചെയ്യുന്നത് യഥാർത്ഥ കമ്പനികളിൽ നിന്നും വലിയ തുക ഓരോരാൾക്ക് ശമ്പളം എന്ന രീതിയിൽ വാങ്ങുന്നു. എന്നാൽ ഈ തൊഴിലാളികൾക്ക് യഥാസമയം കാശ് കൊടുക്കാതെ ഈ കാശ് മുഴുവനും ഈ ലേബർ സപ്ലയേഴ്സ് കയ്യിൽ സൂക്ഷിക്കുകയും അങ്ങനെ വരുമ്പോഴാണ് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനികൾ യഥാർത്ഥത്തിൽ ലേബർ ക്യാമ്പുകളിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ അറിയുന്നത് പോലെ തന്നെ, ഈ തൊഴിലാളികൾക്ക് ഭക്ഷണമോ യഥാർത്ഥ ശമ്പളമോ നൽകാതെ, ആനുകൂല്യപ്പെട്ട് ശമ്പളം പോലും നൽകാതെ മാസങ്ങളോളം ഇങ്ങനെ ദുരിതാവസ്ഥയിലാക്കുന്നത് റിക്രൂട്ടിംഗ് കമ്പനികളാണ്. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് ഇത്തരം റിക്രൂട്ടിംഗ് കമ്പനികളെ, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന റിക്രൂട്ടിംഗ് കമ്പനികളെ യഥാർത്ഥത്തിൽ അത് സെൻസർ ചെയ്തുകൊണ്ട് അത്ര റിക്രൂട്ട് കമ്പനി എന്താണ് ഇവിടെ തൊഴിലാളികളിൽ നിന്ന് ചൂഷണം ചെയ്തത് എന്നതിനെ കുറിച്ച് ഒരു യഥാർത്ഥ വിവരം ശേഖരിക്കേണ്ടതുണ്ട്. ഇടനിലക്കാരായ റിക്രൂട്ടിംഗ് കമ്പനികളുടെ ഈ ചൂഷണ വ്യവസ്ഥയാണ് യഥാർത്ഥത്തിൽ തൊഴിലാളികൾക്ക് പ്രശ്നം. കമ്പനികളിൽ നിന്നും തുക മൊത്തമായിട്ട് തൊഴിലാളി ശമ്പളം ഈ റിക്രൂട്ടിംഗ് ഏജൻസികൾ വാങ്ങുകയും എന്നാൽ ആ തുക തൊഴിലാളികൾക്ക് നൽകാതെ പലരും മുങ്ങുകയും ചെയ്യുന്നു. അങ്ങനെയാണ് പല ലേബർ ക്യാമ്പുകളിലും ആളില്ലാത്ത അവസ്ഥ പോലും ഇപ്പോഴുണ്ട്. അഷ്റഫ്, ദമാമിലെ
ജിദ്ദയിലെ പ്രശ്നങ്ങൾക്ക് ചെറിയ പരിഹാരമായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ ലഭ്യമാവുന്നുണ്ടല്ലോ. മറ്റിടങ്ങളിലെ പ്രശ്നങ്ങൾ എത്രത്തോളം രൂക്ഷമാണ്? ജിദ്ദയിലെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതോട് തന്നെ ഈ പ്രശ്നം ഇപ്പോൾ ഇന്ത്യൻ പാർലമെന്റിലും ഇന്ത്യ ഗവൺമെന്റിലും കേരള ഗവൺമെന്റ് ഒക്കെ വളരെ സൂക്ഷ്മതയോടെ വളരെ ജാഗ്രതയോടെ ചെയ്തതോടുകൂടി തന്നെ മറ്റ് ക്യാമ്പുകളിലും ഇപ്പോൾ ആശ്വാസം ലഭിക്കുന്നുണ്ട്. ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നു എന്ന രീതിയിൽ വന്നതുകൊണ്ട് വളരെ മാറ്റങ്ങളുണ്ട്. എംബസി കോൺസുലേറ്റും ഇപ്പോഴാണ് ഉണർന്നത്. ഈ പ്രശ്നങ്ങൾ മാസങ്ങളായി നടന്നു വരുമ്പോൾ യഥാർത്ഥത്തിൽ തൊഴിലാളികൾ എംബസിയിലും കോൺസുലേറ്റിലും. ശരി അഷ്റഫ്, ഇപ്പോൾ സോജക്സ് എന്ന കമ്പനിയിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളുടെ ലിസ്റ്റ് പീപ്പിളിന് ലഭിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റ് പീപ്പിൾ പുറത്തുവിടുകയാണ്. പേര് വിവരം വിശദമായി നമുക്കറിയാൻ കഴിയും. സിജു സുഗതൻ ഡെസ്കിൽ നിന്നും ചേരുകയാണ്. സിജു, എങ്ങനെയൊക്കെയാണ്, ആരൊക്കെയാണ് ഈ കമ്പനിയിൽ അകപ്പെട്ട മലയാളികൾ? സുരരാജ്, മിക്കവാറും കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നുമുള്ള ഏകദേശം 72ഓളം പേരുടെ പട്ടികയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പേരുള്ളത് എറണാകുളം, അതോടൊപ്പം തന്നെ തൃശ്ശൂർ, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ നിന്നാണ്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഏകദേശം 6 പേരുടെ പേരുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പത്തനംതിട്ട, പിന്നെ മലപ്പുറം, ഇടുക്കി, തൃശ്ശൂർ, എല്ലാ ജില്ലകളും, മിക്കവാറും എല്ലാ ജില്ലകളിൽ നിന്നുള്ള പട്ടിക നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പേര് വരെ 72 പേരുകൾ നമ്മൾ വായിക്കാൻ കഴിയുന്നതാണ്. അതായത് പാലക്കാട് സ്വദേശിയായ അബ്ദുൾ നസീർ, അതോടൊപ്പം തന്നെ കാസർഗോഡ് സ്വദേശിയായ മുഹമ്മദ് അബ്ബാസ്, തിരുവനന്തപുരം സ്വദേശിയായ നസീഫ് മുദ്ദീൻ അബ്ദുൾ ഷെരീഫ്, തിരുവനന്തപുരത്ത് നിന്ന് തന്നെയുള്ള ബഷീർ തുടങ്ങിയ പേരുകളാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തിരുവല്ലയിൽ നിന്നുള്ള ബിനു ചെറിയാൻ, പത്തനംതിട്ടയിൽ നിന്നുള്ള തമ്പി പാപ്പച്ചൻ, പത്തനംതിട്ടയിൽ നിന്നുള്ള സൈമോൻ തങ്കച്ചൻ, കൊല്ലം ജില്ലയിൽ നിന്ന് സജേഷ് പിള്ള, അതോടൊപ്പം തന്നെ മെൽവിൻ ജോർജ്, ആസിഫ് ബാഷ, അനിയൻ പത്രോസി തുടങ്ങിയ പേരുകൾ കൊല്ലം ജില്ലക്കാരാണ്. ശരത്ത്, കൊല്ലം ജില്ലയിൽ നിന്നുള്ള ശരത്തിൻ്റെ പേര് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ നിന്നുള്ള സിറാജുദ്ദീൻ AB, ഇടുക്കിയിൽ നിന്നുള്ള ചെറിയാൻ, കൊല്ലത്ത് നിന്ന് ശരത്തിൻ്റെ പേര് നേരത്തെ തന്നെ വായിച്ചാണ്. ആലപ്പുഴയിൽ നിന്നുള്ള അജിത് കുമാർ, പിന്നീട് ആലപ്പുഴയിൽ നിന്നുള്ള GS പ്രസാദ്, P വിജയൻ, ഔസേഫ് ജോസഫ് തുടങ്ങിയവർ ആലപ്പുഴ ജില്ലക്കാരാണ്. അതോടൊപ്പം തന്നെ പാപ്പച്ചൻ ജോസഫ് ആലപ്പുഴ ജില്ലക്കാരൻ തന്നെയാണ്. ജെയ്സൺ ആലപ്പുഴ ജില്ല, അതോടൊപ്പം ചാക്കോ ആലപ്പുഴ ജില്ല, നാസിർ യൂസഫ് ആലപ്പുഴ ജില്ല, അച്ഛൻ കുഞ്ഞ് ആലപ്പുഴ ജില്ല, ഷെരീഫ് അലിയാർ കുഞ്ഞ് ആലപ്പുഴ ജില്ല. ഇത്രയും പേരുകളാണ് ആലപ്പുഴ ജില്ലയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മലപ്പുറത്ത് നിന്നുള്ള ട്വിങ്കിൾ എന്ന് പറയുന്ന ആളിൻ്റെ പേര് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഫ്രാൻസിസ് ജേക്കബ്, അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് ആന്റണി. ശരി സിജു.